അസ്സലാമലൈക്കും. വലൈക്കുമുസ്സലാം. കേറിയിരിക്കുന്നേ ഇരിക്കുന്നേ. എന്തൊക്കെ പ്രത്യേകിച്ച്? അല്ല ഇതെന്താ? ഞാൻ ഇത്രയും കാലം താമസിച്ച വീടിന്റെ ചാവിയാണ്. നിങ്ങൾ ചാവി വന്നിട്ട് ഇന്നിപ്പോ എവിടുക്കാ പോണത്? എവിടുക്കാ പോണ്ടെന്നൊന്നും തീരുമാനമായില്ല മോനെ. ഞാൻ പോവാ. ഒരുത്തനാണെങ്കി എപ്പോ നോക്കിയാലും തീറ്റേ. ഒന്ന് നിർത്തിന്റെ മാനെ. എപ്പോ നോക്കിയാലും ഈ ബേക്കറി തിന്നിട്ട് ഉള്ള അസുഖം വരുത്തി വെക്കാനാ. വാപ്പ എനിക്ക് ബേക്കറി ഉണ്ടോ? എന്റെ ബേക്കറി ഉള്ളൂ. അവിടെ ഇരിക്കണം. ഞാൻ രാവിലെ പോയതാ പാപ്പാ. ഞാനേ ഇമ്പനായിട്ട് വഴിക്ക് പോയതാ. എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ആകെ നനഞ്ഞിട്ടല്ല വന്നിരിക്കുന്നത്. ഒന്നും പറയണ്ട. വണ്ടി അവിടെ വെച്ചിട്ട് കുറച്ച് നടന്നു പോകേണ്ട ഒരു വഴി ഉണ്ടായിരുന്നു. നല്ല മഴ പാപ്പാ. ഞാനിന്ന് നമ്മുടെ ജബ്ബാർക്കടുത്ത് പോയി. ജബ്ബാർക്ക് ഇപ്പൊ 20 വർഷമായാലും പാപ്പ അവിടെ താമസിക്കുന്നത്. ഈ വാടക തരാണ്ട് എന്തിനാ അതിനോട് താമസിപ്പിക്കുന്നത്? വേറെ ആൾക്കാർക്ക് കൊടുത്താൽ നമുക്ക് വാടക കിട്ടില്ലേ? 10 രൂപ കിട്ടുന്ന കാലത്താ കിട്ടുള്ളൂ. മുമ്പിലൂടെ ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞു. വേറെ ആൾക്കാരോട് വരാം, നാളെ വേറെ ടീമിലേക്ക് വരും. ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ഇനി ഇറങ്ങി പോയി ഞാൻ പിടിച്ച് ഇറക്കൂട്ടാ. സ്വഭാവം എന്താന്ന് മുമ്പിലറിയും. അല്ല ഈ എന്ത് വർത്താനം പറയുന്നത്? ആളായിട്ടുള്ള ബന്ധം അനക്കറിയില്ല. അത് അനക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. എന്ത് ബന്ധങ്ങളായിട്ട് എന്ത് ബന്ധത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞത്? എന്റെ വല്യാപ്പാടെ കാലത്തുമുള്ള ബന്ധാണ് അത്. എന്റെ വാപ്പാടെ കാലത്തുമുള്ള ബന്ധാ. വല്യാപ്പാടെ കൂടെ നിന്നിട്ട് കുറെ കൂട്ടുകച്ചവടം ചെയ്തില്ല, ഞാൻ കുറെ കേട്ടതാ. അതൊരു വലിയൊരു കഥയാണ് അതിന്റെ. അത് ഞാൻ പറയണ മോനെ. എന്ത് കഥ? അപ്പോ ഞാൻ 10-20 കൊല്ലായില്ല ഇപ്പൊ അവിടെ താമസം തുടങ്ങിയിട്ട്. അപ്പൊ അതിന്റെ ബാക്ക് വശമൊക്കെ ചോരാൻ തുടങ്ങി. അല്ലക്ക നിങ്ങൾ എന്തിനപ്പോ പെട്ടെന്ന് പോകണം? ഒന്ന് മാറണമെന്ന് കുറെ വിചാരിക്കണം. അപ്പൊ അതാണ് കുറെ ഞാൻ കേട്ടോട്. എനിക്കും വയ്യ കേൾക്കാൻ. ഞാനും വേറെ ടീമിനെ താമസിക്കാൻ പോകാം. ഹലോ ജബ്ബാർക്ക്, നിങ്ങളവിടെ നിങ്ങൾക്കൊന്ന് ഇതുവരെ വരാൻ പറ്റുമോ? പട കുട്ടിയൊരു കാര്യം ചെയ്യ്, ഉള്ളു പോയി തന്നെ. ഇപ്പൊ പട കുട്ടിയൊന്നും പോയിക്കേ. ആരാ പുറത്തു വന്നിരിക്കണ പോയിക്കേ. നിങ്ങൾ ഇരിക്കുന്നേ അല്ല, നിങ്ങൾ ഇരിക്ക. എന്താണെങ്കിൽ നമുക്ക് പറഞ്ഞു പരിഹരിക്കാം. നിങ്ങൾ ഇരിക്കേ. നിങ്ങളവിടെ ചോരാന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വന്നിട്ടില്ല. എൻ്റെ കുട്ടിക്കാലം മുതൽ നിങ്ങളെ കാണു തുടങ്ങിയാണ്. എന്താ അതിൻ്റെ കാരണം എന്നുള്ളത് എൻ്റെ ചെക്കപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സുൽത്താനെ ഇങ്ങോട്ട് വാ. എന്താ? അതെ, ഈ ഇരിക്കുന്ന മനുഷ്യല്ലേ നമുക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുള്ള, നമുക്ക് ഈ കാണപ്പെട്ട സ്വത്ത് മുതലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ ഈ ആളുടെ ഈ കട വേർപ്പ്, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഉയർച്ചയിലേക്ക് കട കുറേ വേർപ്പ് വന്നിട്ടുള്ള 2 വീട് നമുക്കുണ്ടായിരുന്നു. അത് 2 വീട് ആളുടെ പേര് എഴുതി കൊടുത്ത് പറഞ്ഞപ്പോൾ ഈ ആളെന്താ പറഞ്ഞല്ലോ, അതൊന്നും വേണ്ട, നിങ്ങളൊക്കെ കാലം വരെ ഇവിടെ ജീവിക്കണം, അതുകൊണ്ട് നിങ്ങളൊക്കെ സ്നേഹം മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എനിക്കറിയോ ഇക്ക, ഞാൻ കൂറ്റാട് ഒരു പുതിയ വീട് പണി കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ചാവി എനിക്ക് തരണ്ട്. പഴയ വീട് ഓൾറെഡി എന്തായാലും കംപ്ലൈൻ്റാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എവിടേക്കും പോവില്ല, നിങ്ങളെ പോകാൻ സമ്മതിക്കുകയും ചെയ്യില്ല കേട്ടോ.